വാർത്തയാണ്. ഡൽഹിയിൽ റോഡരികിലും ചേരികളിലുമായി കഴിയുന്ന ഒരുപാട് പേരുണ്ട്. വൃത്തിഹീനമായ അന്തരീക്ഷത്തിലാണ് പിഞ്ചു കുട്ടികളടക്കമുള്ള അവരുടെ ജീവിതം. അരികുവൽക്കരിക്കപ്പെട്ട ആ ജനതയുടെ അരികിലേക്ക് സർക്കാർ സഹായങ്ങൾ പോലും എത്തുന്നില്ല. ഡൽഹി നഗരത്തിലെ ആ നേർക്കാഴ്ചകളിലേക്കാണ് റൈഡിംഗ് റിപ്പോർട്ടറിന്റെ യാത്ര. ഡൽഹിയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി ആർ അച്യുതൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ദുരിത ജീവിതത്തിന്റെ കയത്തിൽപ്പെട്ട് വീർപ്പുമുട്ടുന്ന ഒരു ജനവിഭാഗമുണ്ട് ഡൽഹിയിൽ. നല്ല ഭക്ഷണമോ ആരോഗ്യമോ വിദ്യാഭ്യാസമോ ലഭിക്കാത്തവർ. അവർക്കരികിലേക്കാണ് റൈഡിംഗ് റിപ്പോർട്ടറിന്റെ ഈ യാത്ര. ഡൽഹി മുനീർക്കയിലെ ഫ്ലൈ ഓവറിന് താഴെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ ഈ റോഡരികിലും അതിന്റെ സൈഡിലുമായി ചെറിയ ചെറിയ കൂടാരങ്ങൾ കെട്ടി താമസിക്കുന്ന ഒരുപാട് പേരുണ്ട്. താമസമെന്ന് പറഞ്ഞാൽ ചെറിയ തുണികളൊക്കെ കൊണ്ട് കെട്ടിയ ഒരു ചെറിയ കുടിൽ എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും അവരുടെ ആ ദുരിത ജീവിതത്തെക്കുറിച്ച് അവരോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. നിരത്തിലൂടെ ചീറിപ്പാഞ്ഞു പോകുന്ന വാഹനങ്ങൾ. ഇതേ നിരത്തിന്റെ അരികിലായി അന്തിയുറങ്ങുന്ന ഒരു ലോകം. രാവിലെ ജോലികൾക്കായി പലയിടങ്ങളിലേക്ക് യാത്ര. രാത്രി റോഡരികിലും ചേരികളിലുമായി അഭയം. ദുർവിധിയിൽ ആഗ്രഹങ്ങളെ ചങ്ങലക്കിട്ട് ഒരു ദിവസം കഴിഞ്ഞു പോകാൻ പെടാപ്പാടുപെടുന്ന ഒരു ജനതയാണ് മുനീർക്കയിൽ കാണാൻ കഴിയുക. നേരിടുന്ന പ്രയാസങ്ങളെപ്പറ്റി അവർ പറയുന്നത് ഇങ്ങനെ: यहाँ बच्चे देखते हैं इधर उधर डोल रहा है, कुछ भी नहीं, भीख मांग मांग करके खाती हूँ, बस हो गया, काम खत्म। बीमारी आने समय हॉस्पिटल जाने कोई हॉस्पिटल नहीं, सफदरजंग जाना पड़ता है। जब तक इंसान जाता है जब तक बस गया दुनिया। നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെയാണ്. കാരണം ഒരു ഇടുങ്ങിയ മുറിക്കുള്ളിൽ, അതായത് ഒരു ഇടുങ്ങിയ മുറിക്കുള്ളിൽ ഒരു കുടുംബം എന്ന നിലയിലാണ് ഇവരുടെയൊക്കെ താമസം. വാതിലുകളൊന്നുമില്ല, പകരം ഈ പറഞ്ഞതുപോലുള്ള തുണികളാണ് അവർ മറയ്ക്കായി ഉപയോഗിക്കുന്നത്. വളരെ ദയനീയമായിട്ടുള്ള ഒരു ജീവിത സാഹചര്യം അത് നമുക്ക് ഈ ചേരികളിൽ നമുക്ക് കാണാൻ കഴിയും. ഇവർ താമസിക്കുന്ന ഈ പരിസരത്ത് ഒരു ഓട ഒഴുകുന്നുണ്ട്. വളരെ വൃത്തിഹീനമായ സാഹചര്യം, അതായത് ഈ മാലിന്യം മൊത്തവും കൊണ്ട് തള്ളിയിട്ടുള്ള ഒരു ഓടയാണ് എൻ്റെ പുറകിലുള്ളത്. ഇവർ ഈ പറയും പോലെ തന്നെ ആരോഗ്യരംഗം, അതായത് ഈ പറഞ്ഞ പകർച്ചവ്യാധികളെല്ലാം വേഗത്തിൽ പടർന്നു പിടിക്കാൻ കഴിയുന്ന ഒരു ദുരിത സാഹചര്യത്തിലൂടെയാണ് അവർ അവരുടെ ജീവിതം മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകുന്നത്. കാലാവസ്ഥ വില്ലനാകുമ്പോഴും അഭയം പ്രാപിക്കാൻ നല്ലൊരു ഇടം ഇവർക്കില്ല. നല്ലൊരു വേതനം ലഭിച്ചാൽ ജീവിത സാഹചര്യം മെച്ചപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് അവർ. ജനിച്ചത് മുതൽ അനുഭവിക്കുന്ന ദുരിതത്തിൽ ചിലർ നിശബ്ദരുമാണ്. ഒന്നും പറയാനില്ല എന്നാണ് മറുപടി. രാജ്യം ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു സർക്കാർ അധികാരത്തിൽ വരും.
അവരുടെ ദൃഷ്ടിയിലെങ്കിലും പതിയട്ടെ ഈ ജീവിതങ്ങൾ. അതിലൂടെ ഇവർക്കും ഈ ദുരിത ജീവിതത്തിൽ നിന്ന് ഒരു മോചനം ലഭിക്കട്ടെ. ക്യാമറമാൻ ജിജീന്ദ്രനോടൊപ്പം ആർ അച്യുതൻ, 24 ഡൽഹി.